ഒരു വെള്ളിയാഴ്ച രാത്രി 11:30 ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാത്രക്കാരൻ തീവണ്ടി ഇറങ്ങി. അയാൾ തൻ്റെ ബാഗും തൂക്കി റെയിൽവേ സ്റ്റേഷന് അരികിലുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്നു. തൻ്റെ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരുന്ന അനീഷിൻ്റെ ഓട്ടോയ്ക്കരികിലേക്കാണ് ഈ യാത്രക്കാരൻ ചെന്നത്. ആലങ്കോടിനപ്പുറം ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ പേര് അനീഷിനോട് പറഞ്ഞു. അങ്ങോട്ട് ഒരു സവാരി പോകണം. അനീഷ് യാത്ര പോകാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം തൻ്റെ ബാഗുമായി ഓട്ടോയിലേക്ക് കയറി. ഓട്ടോ മെല്ലെ പുറപ്പെട്ടു. ഒരു ഡിസംബർ മാസമായിരുന്നു അത്. മഞ്ഞുണ്ട്, നല്ല തണുപ്പും. പിന്നിലിരുന്ന യാത്രക്കാരൻ ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ പെട്ടെന്നങ്ങ് മയങ്ങിപ്പോയി. അനീഷിനോട് പറഞ്ഞ ആ സ്ഥലം ഓർമ്മയിലുള്ളത് കൊണ്ടും അങ്ങോട്ടേക്കൊക്കെ സാധാരണഗതിയിൽ സവാരി പോയിട്ടുള്ളത് കൊണ്ടും അനീഷ് നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന സംഭവം നടന്ന സ്ഥലം അല്ലെങ്കിൽ വ്യക്തികളുടെ പേര് എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇത് കാര്യങ്ങൾ പറയുന്നത്. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇതിനെപ്പറ്റി അറിയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാതിരിക്കാനാണ്. മാത്രമല്ല, ഈ സംഭവത്തിന് ഇരയായ ആൾക്കാർ, അതായത് ഈ കൂട്ടമരണം നടന്ന ആൾക്കാരുടെ പിൻഗാമികൾ ഒരുപാട് പേര് ആ വിവിധ പ്രദേശങ്ങളിലായി ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ മറ്റോ അല്ലെങ്കിൽ മനപ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഈ പ്രേത സാന്നിധ്യത്തെ പറ്റി മാത്രം പറഞ്ഞ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. രാത്രിയാണ്, വിജനമായ പാത, വല്ലപ്പോഴും മാത്രമേ എതിരെ ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ട്. റോഡിന് ഇരുവശവുമുള്ള കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കഴിഞ്ഞു. വീടുകളിലെല്ലാം താരതമ്യേന ലൈറ്റുകൾ ഓഫാക്കി കഴിഞ്ഞു. ഓട്ടോ ആലങ്കോടെത്തി. അവിടെ നിന്നും നാഷണൽ ഹൈവേ കട്ട് ചെയ്ത് ഗ്രാമപ്രദേശത്തേക്ക് യാത്ര തുടർന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയപ്പോൾ യാത്രക്കാരൻ അനീഷിനോട് പറഞ്ഞ പോയിന്റിൽ ഓട്ടോ എത്തി. അനീഷ് ഓട്ടോ നിർത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ യാത്രക്കാരൻ സുഖമായിരുന്നു ഉറങ്ങുകയാണ്. അദ്ദേഹത്തെ അനീഷ് തട്ടി വിളിച്ചു. ചേട്ടൻ പറഞ്ഞ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? അദ്ദേഹം ഒന്ന് തല പുറത്തേക്കിട്ട് ചുറ്റും നോക്കിയിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഓട്ടോ എത്തി. യാത്രക്കാരൻ പുറത്തിറങ്ങി ബാഗ് എടുത്ത് താഴെ വെച്ചു. അനീഷിനോട് ഓട്ടോയുടെ ചാർജ് ചോദിച്ചു. പറഞ്ഞതനുസരിച്ചുള്ള പണവും കൃത്യമായി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നമ്മൾ വന്ന ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ആലങ്കോടേക്ക് എത്താം. അവിടെ നിങ്ങൾക്ക് ചിറയൻകീഴിലേക്ക് പോകാം. ഇത്രയും ദൂരം ഓടേണ്ട കാര്യമില്ലായിരുന്നു. ഞാനൊന്ന് മയങ്ങിപ്പോയത് കൊണ്ടാണ് എനിക്കത് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ, ആ വഴി നല്ല റോഡാണോ അതോ കട്ടറോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അനീഷ് ചോദിച്ചു. ഒന്നുമല്ല, നല്ല റോഡാണ്, ക്ലിയറാണ്, നേരെ പോയാൽ മതി. നമ്മൾ നിർത്തിയ ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക, നേരെ വിടുക, വേറെ ഒരു പ്രോബ്ലം ഇല്ല. കുറച്ചുകൂടെ കുറഞ്ഞ ദൂരത്തിൽ നിങ്ങൾക്ക് ഓടിയെത്താൻ കഴിയും. ഓക്കെ ചേട്ടാ, താങ്ക്സ് എന്ന് പറഞ്ഞ് അനീഷ് ഓട്ടോ അവിടെ നിന്ന് തിരിച്ച് നേരെ ജംഗ്ഷനിലെത്തി. നോക്കിയപ്പോൾ ശരിയാണ്, വന്നത് വലത് സൈഡിൽ നിന്നാണ്, ഇടത്തേക്ക് തിരിയാം. അവിടെ ആരോ ഉണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്, ആലങ്കോട് എന്ന് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അനീഷ് ആ വഴിക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നു. അപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ടാകും. റോഡിലൊന്നും ആരുമില്ല, മഞ്ഞ് കനത്തുകൊണ്ടിരിക്കുന്നു. ഓട്ടോയുടെ ചെറിയ വെളിച്ചത്തിൽ അനീഷ് വിട്ടുപോവുകയാണ്. നല്ല റോഡാണ്. 5-6 കിലോമീറ്റർ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ഇറക്കം കണ്ടു. ആ ഇറക്കത്തിൻ്റെ അവസാനം ഒരു വലിയ വളവായിരുന്നു. ആ വളവ് തിരിഞ്ഞതും ഓട്ടോയുടെ എഞ്ചിൻ പൊടുന്നനെ ഓഫായി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അനീഷ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ യാതൊരു അനക്കവും ഉണ്ടായില്ല. പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ അനീഷ് ഓട്ടോയ്ക്ക് പുറത്തിറങ്ങി. ആരുടെയെങ്കിലും സഹായം ലഭിക്കുമോ, അടുത്തെവിടെയെങ്കിലും വീടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ടൊന്ന് ചുറ്റും നോക്കി. കുറച്ച് അകലെയായി ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം, മങ്ങിയ വെളിച്ചം, അതല്ലാതെ ആ പ്രദേശത്ത് മറ്റു വെളിച്ചങ്ങളൊന്നും കാണാനായില്ല. ഒരുപക്ഷെ അവിടെയെങ്കിലും വീടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അയാൾക്ക് തോന്നി. ഇനി കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും വീടുകളുണ്ടെങ്കിലും ഈ മൂടൽ മഞ്ഞിൽ അത് കാണാനും സാധിക്കില്ല. മൊബൈലുമായി അനീഷ് ഓട്ടോയുടെ പിൻഭാഗത്തെത്തി. എൻജിൻ ക്യാബിൻ്റെ ഡോർ തുറന്ന് മൊബൈൽ വെളിച്ചം അതിനകത്തേക്ക് അടിച്ചു. ഏതെങ്കിലും വയറോ കേബിളോ എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളതാണോ എന്ന് അയാൾ പരിശോധിച്ചു. പക്ഷേ അങ്ങനെ പ്രത്യക്ഷത്തിൽ യാതൊരു തകരാറും അയാൾക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഒരു കാരണവശാലും ഡീസൽ തീരാൻ സാധ്യതയില്ല. കാരണം അനീഷ് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഓട്ടത്തിനായി കാത്തിരിക്കുമ്പോഴെല്ലാം പരമാവധി ഫുൾ ടാങ്ക് അടിച്ചിടാൻ മറന്നു പോകാറില്ല. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. സഹായത്തിനാണെങ്കിൽ
ആ പ്രദേശത്തൊന്നും ആരെയും കാണാനും കഴിയുന്നില്ല. ഇനി അതുവഴി ഒരു വാഹനം കടന്നു വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വരും എന്ന് അയാൾക്ക് തോന്നി. കാത്തു നിൽക്കാം. അനീഷ് എഞ്ചിൻ ക്യാബിൻ്റെ ഡോർ അടച്ചതിന് ശേഷം ചെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. എന്തായാലും വൈകിയേ ഇനി വീട്ടിലെത്താൻ കഴിയുള്ളൂ എന്ന് അയാൾക്ക് തോന്നി. വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയാൻ മൊബൈലിൽ വീട്ടിലേക്കുള്ള നമ്പർ സെർച്ച് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ ഭാഗത്ത് റേഞ്ചില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. പെട്ടു എന്ന് തന്നെ അനീഷിന് മനസ്സിലായി. വണ്ടിയും തകരാറിലായി. ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും റേഞ്ചുമില്ല. ഇനി ആരെങ്കിലും വരുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല എന്ന് അയാൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അങ്ങനെ റോഡിലേക്ക് അനീഷ് ഉറ്റുനോക്കി ഒരു സഹായത്തിനായി കാത്തിരിക്കുമ്പോൾ അകലെ നിന്നും ആ മങ്ങിയ തെരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ നടന്നു വരുന്നത് കണ്ടു. വെളുത്ത മുണ്ടും ഒരു ഷർട്ടും ധരിച്ച് തലയിൽ കെട്ടുമായി ഒരു പ്രായമായ മനുഷ്യൻ. ഏകദേശം ഒരു 55-60 വയസ്സ് വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. എവിടെയോ പോയിട്ട് വരുന്നതായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ തന്നെ തീരുമാനിച്ച് അനീഷ് ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങി. ആ രൂപം അടുത്തു വന്നു. ചേട്ടാ, ഞാൻ കുറച്ച് അപ്പുറത്തൊരു ഓട്ടം വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം വണ്ടി ഓഫായിപ്പോയി. എന്താണ് തകരാറ് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എനിക്കൊന്ന് സഹായത്തിന് കിട്ടുമോ? അനീഷ് ചോദിച്ചു. അനീഷിനെ കടന്ന് ഒരു 3-4 അടി കൂടി മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് അദ്ദേഹം നിന്നത്. എന്നിട്ട് അവിടെ നിന്നും പതിയെ അനീഷിന് നേരെ തിരിഞ്ഞു. തെരുവിളക്കിൻ്റെ എതിർഭാഗത്തായിരുന്നു അദ്ദേഹം അപ്പോൾ നിന്നിരുന്നത്. മഞ്ഞുള്ളതുകൊണ്ടാകാം വലിയ തലയിൽ കെട്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കൃത്യമായ മുഖത്ത് പതിയാത്തത് കൊണ്ടും അനീഷിന് അദ്ദേഹത്തെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തൻ്റെ ചോദ്യം ഒരുപക്ഷെ വ്യക്തമായി അദ്ദേഹം കേട്ട് കാണില്ല എന്ന് തോന്നി. അനീഷ് വീണ്ടും ചോദിച്ചു, ചേട്ടാ, എൻ്റെ ഓട്ടോ ഇവിടെ വന്നപ്പോൾ എന്തോ തകരാറ് സംഭവിച്ചു. ആരെങ്കിലും എനിക്കൊന്ന് സഹായത്തിന് കിട്ടുമോ എന്ന് വീണ്ടും ചോദിച്ചു. നിശബ്ദനായ അനീഷിനെ നോക്കി നിൽക്കുകയല്ലാതെ ആ വ്യക്തിയിൽ നിന്നും യാതൊരു മറുപടിയും ലഭിച്ചില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലേ എന്ന് അനീഷ് കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി ചോദിച്ചു. കാരണം അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ നോർമലായി സംസാരിച്ച കേൾക്കില്ല എന്ന് വിചാരിച്ചാണ് അനീഷ് ഇത്തവണ ശബ്ദം കുറച്ചുകൂടി ഉയർത്തി സംസാരിച്ചു നോക്കിയത്. പക്ഷേ ഇത്തവണയും ആ വ്യക്തി ഒന്നും സംസാരിച്ചില്ല. പകരം തൻ്റെ കൂടെ വരാനായിട്ട് ഒരു ആംഗ്യം കാണിച്ചിട്ട് നേരെ നടന്നു, ഇരുട്ടിലേക്ക് നടന്നു. ആ മനുഷ്യൻ്റെ പ്രവൃത്തി പക്ഷേ അനീഷിന് ഒട്ടും ഇഷ്ടമായില്ല. 3 പ്രാവശ്യം താൻ ഒരു കാര്യം ചോദിച്ചിട്ടും ഒരു വാക്ക് പോലും പറയാതെ വെറും ആംഗ്യം മാത്രം കാണിച്ചിട്ട് അയാൾ നടന്നു പോകുന്നത് കണ്ടോ? എന്തൊരു ധാർഷ്ട്യമാണ് ഈ മനുഷ്യന്. ആരെങ്കിലും ഇനി ഒരാൾ വരുന്നത് വരെ ഇനി എത്രയെന്ന് വെച്ചാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. വേറെ ഗത്യന്തരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അയാളുടെ പിറകെ തന്നെ പോകാം. അയാളുടെ വീട്ടിൽ ചെന്നിട്ട് വേറെ ആരെങ്കിലും കൂടെ വിടുമായിരിക്കാം. പ്രായമായ മനുഷ്യനാണല്ലോ. ഒരുപക്ഷെ അയാൾക്ക് ഈ വണ്ടി ഒന്ന് തള്ളിത്തരാനോ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം തന്നെ ഒപ്പം വിളിക്കുന്നത് എന്ന് അനീഷ് ചിന്തിച്ചു. എന്നിട്ട് ചാവിയും എടുത്ത് അനീഷ് പതിയെ അദ്ദേഹത്തിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങി. ആ നടക്കുന്നതിനിടയിൽ അനീഷ് പല കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം തിരികെ ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ വലതുവശത്തേക്കുള്ളൊരു ഇടവഴിയിലേക്ക് അദ്ദേഹം നടന്നു കയറി. അവിടെ അങ്ങനെ ഒരു ഇടവഴി ഉണ്ട് എന്ന് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ് കയറിയപ്പോഴാണ് അനീഷിന് മനസ്സിലായത്. ഒരുപക്ഷെ ആ മനുഷ്യൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് വെളിച്ചമില്ലെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ അയാൾ അതുവഴി പോകുന്നതായിരിക്കുമെന്ന് അനീഷ് കണക്ക് കൂട്ടി. അദ്ദേഹത്തിന് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതി മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചം അനീഷ് നീട്ടിയടിച്ചു. ആ മനുഷ്യൻ നടന്നു പോവുകയാണ്. അനീഷും പിന്തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു പറമ്പിലേക്ക് കയറി. ആ പറമ്പിലൂടെ നടന്ന് ഒരു പഴയ ഓടിട്ട വീടിന് മുന്നിൽ അദ്ദേഹം എത്തി. യാതൊരുവിധ വെളിച്ചവും ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഒറ്റ കാഴ്ചയിൽ അതൊരു ആൾ താമസമില്ലാത്ത വീട് പോലെയാണ് അനീഷിന് തോന്നിയത്. പക്ഷേ ആ മനുഷ്യൻ മുറ്റത്ത് നിന്നും വരാന്തയിലേക്ക് കയറിയ സമയം ആ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് കയ്യിലൊരു ചെറിയ വിളക്കുമായി ഒരു സ്ത്രീ വരാന്തയിലേക്ക് ഇറങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുമെന്ന് അനീഷ് കണക്ക് കൂട്ടി. അവർ തമ്മിൽ യാതൊന്നും സംസാരിച്ചില്ല. പക്ഷേ ആ മനുഷ്യൻ ആ സ്ത്രീക്ക് അരികിലേക്ക് ചെന്ന് നിന്നിട്ട് അനീഷിനെ തിരിഞ്ഞൊന്ന് നോക്കി. ആ സ്ത്രീയുടെ കയ്യിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്ന വെളിച്ചത്തിൽ ആ 2 പേരും മുറ്റത്ത് നിൽക്കുന്ന അനീഷിനെ ഉറ്റുനോക്കി നിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് അകത്ത് നിന്ന് 2 പെൺകുട്ടികൾ കൂടി ആ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ഇവരുടെ ഇരുവശത്തുമായി നിൽക്കാൻ തുടങ്ങി. അവരുടെയും നോട്ടം അനീഷിലേക്ക് മാത്രമായി. ആരും ഒന്നും പരസ്പരം സംസാരിക്കുന്നില്ല. പക്ഷേ ആ 4 പേരും അനീഷിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ഒരേപോലെ നിശബ്ദരായി നിൽക്കുന്നു. അനീഷിന് വല്ലാത്ത പന്തികേട് തോന്നി. ആ വെളിച്ചത്തിൽ നിശബ്ദരായി നിന്നുകൊണ്ട് ആ 4 പേരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അനീഷിൻ്റെ ഉള്ളിലേക്കൊരു തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങി. താൻ വല്ലാത്തൊരു സാഹചര്യത്തിൽ വന്ന് അകപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. പൊടുന്നനെ ആ വിളക്ക് അണഞ്ഞുപോയി. ഒപ്പം ഭീകരമായൊരു കൂട്ട നിലവിളിയും അവിടെ ഉയർന്നു. അനീഷിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. അയാൾ വല്ലാതെ ഭയപ്പെട്ടു പോയി. അയാൾ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ വന്ന വഴി തിരിച്ചോടാൻ തുടങ്ങി. തൻ്റെ പിന്നാലെ ആ നിലവിളി ശബ്ദം അടുത്തു വരുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്.
അതുകൊണ്ട് തന്നെ സർവ്വശക്തിയും എടുത്ത് അയാൾ ഇടവഴിയിൽ നിന്നും റോഡിലേക്ക് ചാടി. റോഡിൽ കുറച്ച് അകലെയായി ആ മങ്ങിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ഓട്ടോ കിടക്കുന്നത് അയാൾ കണ്ടു. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടമായിരുന്നു. പക്ഷേ അയാൾ ഓടി ആ ഓട്ടോയ്ക്ക് അരികിലെത്തുന്നതിന് മുമ്പ് തന്നെ കുഴഞ്ഞ് റോഡിൽ കമിഴ്ന്നിടിച്ചു വീണു. പിന്നീട് അയാൾ കണ്ണു തുറക്കുമ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ഒരു ബെഡിൽ കിടക്കുകയായിരുന്നു. തൻ്റെ ഭാര്യയും 1-2 സുഹൃത്തുക്കളും അടുത്തുണ്ട്. തലേദിവസം സംഭവിച്ചത് എന്താണെന്ന് അയാൾക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു. അതുവഴി വന്ന ആരോ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് പിന്നീട് അയാൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് കണ്ടതെന്ന് അപ്പോഴും അയാൾക്ക് വ്യക്തമായി ഓർമ്മ കിട്ടിയില്ല. പിന്നെ സാവകാശം ചിന്തിച്ചപ്പോഴാണ് താൻ ഒരു വീട്ടിലേക്ക് ചെന്നതും അങ്ങനെ അവിടെ കുറേ അനുഭവങ്ങൾ ഉണ്ടായതുമെല്ലാം അയാൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. അയാൾ തനിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. വണ്ടി അവിടെ വന്ന് ഓഫായതും ഒരാളിനെ കണ്ടതും അയാളുടെ പിന്നാലെ അടുത്തുള്ളൊരു വീട്ടിൽ പോയതും അവിടെ ഇങ്ങനെ ഒരു ഭീകരമായൊരു അനുഭവം ഉണ്ടായതും ഒക്കെ പറഞ്ഞു. എനിക്കെന്തായാലും പ്രേതത്തിലും ഭൂതത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷേ എനിക്ക് എന്തോ അപ്പോഴ് മനസ്സിലാവാത്ത എന്തൊക്കെയോ സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഭയന്നു പോയത്. എങ്കിലും എൻ്റെ മനസ്സിൽ നിന്നും ആ ഭയം മാറണമെങ്കിൽ എനിക്ക് ആ സ്ഥലത്ത് ഒന്നുകൂടെ പോകണം, ആ വീട് ഒന്നുകൂടെ കാണണം, അനീഷ് പറഞ്ഞു. ഓക്കെ ആകാം, അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അനീഷ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയി. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് വൈകുന്നേരം 2 സുഹൃത്തുക്കളെയും കൂട്ടി നേരെ ആ അനുഭവം ഉണ്ടായ സ്ഥലത്തേക്ക് തന്നെ ചെന്നു. അവർ ഓട്ടോ പഴയതുപോലെ ആ സ്ഥലത്ത് കൊണ്ട് നിർത്തി. അടുത്തൊന്നും വേറെ വീടുകളൊന്നുമില്ല. അവർ ആ ഇടവഴി കണ്ടെത്തി. അതുവഴി അനീഷ് പറഞ്ഞ ആ സ്ഥലത്തേക്ക്, ആ വീട്ടിലേക്ക് തന്നെ ചെന്നു. ഒരുപാട് നാളായി ആൾപ്പാർപ്പില്ലാതെ പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന ഓടിട്ട ഒരു പഴയ വീട്, മുറ്റമെല്ലാം കാട് കയറി കിടക്കുകയാണ്. എന്തായാലും ആ വീട്ടിൽ മനുഷ്യനില്ല എന്ന് അവർക്ക് ബോധ്യമായി. ശരി, ഇത് എന്താണ് ഈ വീടിങ്ങനെ കിടക്കുന്നത്, ഇവിടെ എന്താണ് സംഭവം എന്നറിയാനായി ആരോടെങ്കിലും അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവർ തിരികെ ഇറങ്ങി റോഡിൽ വന്നു. എന്തായാലും കുറച്ച് മുമ്പോട്ട് നടക്കാം, അടുത്തെവിടെയെങ്കിലും ഒരു വീട് കാണും, ആ വീട്ടിൽ കയറി ഈ സംഭവം ചോദിക്കാമെന്ന് അവർ തീരുമാനിച്ചു. മൂവരും കൂടി കുറച്ച് ദൂരം കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരു വീട് കണ്ടു. അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് ബെല്ലടിച്ചു. ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. ചേട്ടാ, കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വീടുണ്ടല്ലോ, ഒരു പഴയ ഓടിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്, കാട് മൂടി കിടക്കുന്നത്, അത് ആരുടെ വീടാണ് ചേട്ടാ എന്ന് അവർ ചോദിച്ചു. അവിടെ ആരും ഇപ്പോൾ താമസമൊന്നുമില്ല. എന്താ കാര്യം, നിങ്ങൾ ആ വസ്തു വാങ്ങാനും കാണുവാണോ? അപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ആ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ചേട്ടാ, കുറച്ച് ഞാൻ ഈ വസ്തുവിൻ്റെയൊക്കെ കച്ചവടം നടത്തുന്ന ഒരാളാണ്, എനിക്ക് അതിൻ്റെ ആൾക്കാരൊന്ന് കാണാനായിട്ട് കഴിയുമോ? കാണാനായിട്ട് ഇപ്പം ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ അവകാശികളൊന്നും എനിക്കറിയില്ല. രാമേന്ദ്രൻ്റെ വസ്തുവാണ്, പക്ഷേ ആളിപ്പം ഇല്ല, മരിച്ചുപോയി, അദ്ദേഹം പറഞ്ഞു. അപ്പം ശരിക്കും ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ല ചേട്ടാ? അനീഷ് ഒരിക്കൽ കൂടെ ചോദിച്ചു. ഇല്ല, അത് എത്രയോ കാലം കൊണ്ട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, അവിടെ ഇപ്പോൾ ആരാ വന്ന് താമസിക്കാൻ? ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് മരിച്ചത്? അതിപ്പോൾ എത്ര കാലമായി? രാമചന്ദ്രൻ മരിച്ചിട്ടിപ്പോൾ ഒരു 10-20 വർഷത്തിന് മേലായി. അത് വാങ്ങാനായിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ട് പിന്നെ അതൊന്നും ശരിയായില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കാട് പിടിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയ്ക്ക് കിടക്കുന്നത്. ശരി, നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ശരിയാവുമെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ വേണം വാങ്ങാൻ. അതെന്താ ചേട്ടാ ആലോചിച്ചിട്ട് വാങ്ങണമെന്ന് പറയുന്നത്? അല്ലാതെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം അവിടെ ദുർമരണം നടന്ന വീടാണ്, അങ്ങനെയാണ് പലരും വന്ന് നോക്കിയിട്ട് അത് എടുക്കാതെ അവർക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയതാണ്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങാൻ ശ്രമിക്കുക, അദ്ദേഹം പറഞ്ഞു. ഈ ദുർമരണം എന്ന് പറഞ്ഞത് ചേട്ടാ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ രാമചന്ദ്രൻ ആ വീടിനകത്ത് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു വലിയ പാതകം കൂടെ ചെയ്തു കളഞ്ഞു. രാമചന്ദ്രൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളെയും അയാൾ വെട്ടിക്കൊന്നതിന് ശേഷമാണ് കയറി തൂങ്ങി മരിച്ചത്. അനീഷ് ഞെട്ടിപ്പോയി. അയാൾ പകച്ചുകൊണ്ട് ഇരുവശവും നിന്ന സുഹൃത്തുക്കളെ നോക്കി. അവരുടെ മുഖവും വിളറിയിരിക്കുകയായിരുന്നു. മൂവരെയും ഒന്നുകൂടി നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, രാമചന്ദ്രൻ്റെ ഒരു മകൾക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനുമായി പ്രണയമായിരുന്നു. രാമചന്ദ്രനും ഭാര്യയും മകളെ പരമാവധി പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അത് നടന്നില്ല. ആ 2 കുട്ടികളും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകും എന്നൊരു അവസ്ഥ വന്നപ്പോൾ രാമചന്ദ്രനെ നിയന്ത്രിക്കാനായില്ല. കുറേയധികം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി, വഴക്കും വക്കാണും ഒക്കെ ഉണ്ടായി. രാമചന്ദ്രൻ മകളെ തല്ലി, എന്നിട്ടൊന്നും അതിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ഒടുവിൽ രാമചന്ദ്രൻ കടുത്ത ഒരു തീരുമാനമെടുത്തു. അന്ന് വൈകുന്നേരം കവലയിലുള്ള ഒരു ആലയിൽ നിന്നും നല്ല മൂർച്ചയുള്ള ഒരു വെട്ടുകത്തി രാമചന്ദ്രൻ വാങ്ങിക്കൊണ്ടുവന്നു. അന്ന് സന്ധ്യ മുതലേ നല്ല മഴയായിരുന്നു. പാതിരാത്രിയിൽ എപ്പോഴോ ഉണർന്ന രാമചന്ദ്രൻ വാങ്ങി കരുതി വച്ചിരുന്ന വെട്ടുകത്തിയും എടുത്ത് ഇളയ മകളുടെ മുറിയിൽ ചെന്ന് ആ കുട്ടിയെ
കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. നിലവിളി കേട്ട് മൂത്ത കുട്ടി ഓടി വരികയും അവളെ അതേ മുറിയിൽ തന്നെ വെട്ടി വീഴ്ത്തുകയും ചെയ്തു. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ഭാര്യ ഓടി വന്നു. ഈ കാഴ്ച കണ്ട് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു. അവർ ഓടി അടുക്കളയിലേക്ക് പോയി. പക്ഷേ കതക് തുറന്ന് പുറത്തിറങ്ങുന്ന മുമ്പേ ഭാര്യയും രാമചന്ദ്രൻ വെട്ടി വീഴ്ത്തി. പിന്നീട് അയാൾ അടുക്കളയിൽ തന്നെ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അന്ന് നേരം വെളുത്തിട്ടും പണിസ്ഥലത്തേക്ക് എത്താത്തത് കൊണ്ട് കൂട്ടുകാരാരോ തിരക്ക് ചെല്ലുമ്പോഴാണ് ആ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ആ വീടിനുള്ളിൽ ഈ മൃതദേഹങ്ങൾ കാണുന്നത്. നാടിന് നടുക്കിയ ഒരു സംഭവമായിരുന്നത്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ വെട്ടേറ്റ് പിടഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട 3 മൃതദേഹങ്ങൾ. അതിനടുത്തായി അടുക്കളയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന രാമചന്ദ്രൻ. ആ സംഭവത്തിന് ശേഷം ആ വീട്ടിൽ പിന്നെ ആരും താമസിച്ചിട്ടില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ കാട് പിടിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് ആ വീട് അങ്ങനെ കിടക്കുകയാണ്. ആ വസ്തുവും വീടും കച്ചവടമാക്കാൻ പല തവണ അതിൻ്റെ അനന്തരാവകാശികൾ ശ്രമിച്ചിട്ടും അത് നടന്നതുമില്ല. പൂർണ്ണമായും കാട് കയറി ഇടിഞ്ഞു പൊളിഞ്ഞ് ഭീകരമായ ഒരു പ്രേതഭവനം പോലെ ആ വീടിന്നും അവിടെ തന്നെയുണ്ട്. ഈ സംഭവത്തെപ്പറ്റി യാതൊരു മുന്നറിവുമില്ലാത്ത പലർക്കും അവിടെ വന്നെത്തുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവം സംഭവിക്കാറുണ്ട് എന്ന് ഇപ്പോഴും പറയപ്പെടുന്നു. എന്നാൽ എല്ലാ ആളുകൾക്കും അങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നുമില്ല. അതാണ് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും എല്ലായിടത്തു നിന്നും പ്രേത സാന്നിധ്യം അല്ലെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ സാധ്യതയില്ല. കാരണം ഓരോ വ്യക്തികളുടെയും സെൻസിറ്റിവിറ്റി പവറിൻ്റെ ആ റേഷ്യോയുടെ അനുപാതത്തിൻ്റെ വ്യത്യാസം കൊണ്ട് പലർക്കും അനുഭവപ്പെടണമെന്നില്ല. എന്നാൽ അത് ചിലർക്കെല്ലാം അനുഭവപ്പെടും. അവിടെ വന്ന അനീഷിൻ്റെ സെൻസിറ്റിവിറ്റി റേഞ്ച്, അതിൻ്റെ റേഷ്യോ ഒരുപക്ഷെ ആ പ്രേതാത്മാക്കളുമായി സംവദിക്കുന്നതിന് ആനുപാതികമായിരുന്നത് കൊണ്ടായിരിക്കാം അനീഷിന് ആ അനുഭവം ഉണ്ടായത്. ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പല നിഗൂഢ അനുഭവങ്ങളുണ്ടായ ഒരുപാട് വ്യക്തികൾ ഇപ്പോഴുമുണ്ട്. അവരെല്ലാവരും അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലരതിനെ വിശ്വസിക്കുകയോ ചിലരതിനെ തമാശയെ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനടിയിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു പ്രേതാനുഭവമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.